ഇത് നമ്മൾ അന്ന് പിച്ചിയ സ്റ്റാർ ഫ്രൂട്ടിൻ്റെ ബാക്കിയാണ്. ഇപ്പം നമുക്ക് ഇതിന്നൊരു 10 എണ്ണമെങ്കിലും കിട്ടി കാണും, ഒരു 2-3 പ്രാവശ്യമായിട്ട്. നല്ല പഴുത്ത സ്റ്റാർ ഫ്രൂട്ട് എന്നേ വെച്ചിട്ട് അധികം ആയതുമില്ല, നല്ല ടേസ്റ്റുമായിരുന്നു. ഇത് നമ്മൾ ആ സാലഡ് വെള്ളത്തിൽ നടാൻ വേണ്ടിയിട്ട് മണ്ണൊക്കെ റെഡിയാക്കിയ ദിവസം തന്നെയാണ് കേട്ടോ. അന്ന് നല്ല ജോലിയായിരുന്നെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോക്കകത്ത് പറഞ്ഞായിരുന്നല്ലോ. രാവിലെ തൊട്ട് അതിൻ്റെ കളപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ചാല് തെളിക്കാൻ വന്നത്. ഇത് നമ്മുടെ വാഴയുടെ സൈഡിൽ കൂടെ തന്നെ പോകുന്നൊരു ചാലാണ്. ഇതിനകത്ത് എപ്പോഴും വെള്ളം കാണില്ല. നോർമലി ഇതിനകത്ത് കനാലിൽ വെള്ളം വരുന്ന സമയത്താണ് ഇതിൽ വെള്ളം നിറയാറുള്ളത്. പണ്ടൊക്കെ ആണെങ്കിൽ കനാലിൽ വെള്ളം വരുന്നു എന്ന് നേരത്തെ പത്രത്തിൽ വരും. അപ്പോൾ പത്രത്തിൽ വരുന്ന സമയത്ത് തന്നെ കൊച്ചുവിൻ്റെ അമ്മ ഉള്ള സമയത്ത് അമ്മ നേരത്തെ പോയിട്ട് ചാലൊക്കെ വെട്ടിത്തെളിച്ച് ഇവരെല്ലാവരും കൂടെ അങ്ങനെ ചെയ്യുമായിരുന്നു എന്നൊക്കെ എപ്പോഴും കൊച്ചു പറയാറുണ്ട്. ഇപ്പം കുറേ നാളെ ഏതാണ്ടൊരു 2-3 വർഷത്തിന് മേലായിട്ട് ഇപ്പോൾ ഈ ചാലൊന്നും വെട്ടിത്തെളിച്ചിട്ടൊന്നുമില്ല. കാരണം അവിടെ അധികം കൃഷിയൊന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. കുരുമുളകും കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇപ്പം ഈ വർഷമാണ് നമ്മൾ കുറച്ച് സമയം എടുത്തിട്ട് അതിനകത്ത് വാഴയും അങ്ങനെ ഒത്തിരി കൃഷികളും കാര്യങ്ങളൊക്കെ തുടങ്ങി. നോർമലി അതിനകത്ത് പ്ലാവ്, മാവ്, കുരുമുളക് അങ്ങനത്തെ ഉള്ള സാധനങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഇതിനകത്ത് നിന്ന് വലിയ മീനെയൊക്കെ വെട്ടുമായിരുന്നു നേരത്തെ താഴെ കുളത്തിൽ നിന്നൊക്കെ കൊച്ചു പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു ഇതിനിടയ്ക്ക്. പക്ഷേ ഈ കുറേ നാളായിട്ട് കിടക്കുന്ന ഈ ചപ്പും ചോറും എല്ലാം കൂടെ വന്നിട്ട് നല്ല പാടായിരുന്നു അതൊന്ന് തെളിച്ച് വിടാൻ. എന്നാലും പെട്ടെന്ന് തന്നെ അതങ്ങ് തെളിഞ്ഞു. എന്ന് വെച്ചാൽ നമ്മൾ ചെയ്തൊരു 10 മിനിറ്റിനകത്ത് തന്നെ വെള്ളം നല്ല റെഡി ആയിട്ട് തെളിഞ്ഞു. പിന്നെ ഇടയ്ക്ക് പഞ്ചമി 2 തവണ നമ്മളെ നോക്കാൻ വന്നു, നമ്മളിവിടെ എന്താ ചെയ്യുന്നതെന്ന് നോക്കാനൊക്കെ ആയിട്ട് വന്നു. പിന്നെ വെള്ളത്തിൽ കയറ്റാഞ്ഞതിൻ്റെ ഒരു വിഷമം കൊണ്ട് ഈ വെള്ളത്തിനകത്ത് ഇറക്കാൻ പറ്റത്തില്ലായിരുന്നു. കാരണം ഈ കിടക്കുന്ന അഴുക്കെല്ലാം നമുക്ക് എടുത്ത് മാറ്റിയാൽ മാത്രമേ